സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ മത്സ്യവിപണിയിൽ വില കുത്തനെ ഉയർന്നു. കടലിൽ മത്സ്യബന്ധനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് വിപണിയിലെത്തുന്ന മത്സ്യത്തിന്റെ അളവ് ഗണ്യമായി കുറഞ്ഞതാണ് വില വർധനവിന് കാരണമായത്. സാധാരണ ദിവസങ്ങളിൽ ലഭ്യമായിരുന്ന അയല, മത്തി, നെയ്മീൻ, ചെമ്മീൻ തുടങ്ങിയ ഇനങ്ങളുടെ ലഭ്യത കുറഞ്ഞതോടെ വിലയിൽ 20% മുതൽ 50% വരെ വിലവർധനവുണ്ടായതായി വ്യാപാരികൾ പറയുന്നു. ഉൾനാടൻ പ്രദേശങ്ങളിലെ വിപണികളിലാണ് വിലക്കയറ്റത്തിന്റെ ആഘാതം കൂടുതൽ അനുഭവിക്കുന്നത്. മീൻ വരുന്നത് കുറവാണ്, വില ഇനിയും വർദ്ധിക്കുമെന്നാണ് ഹോൾസെയിലുകാർ പറയുന്നത്. മീനിപ്പം പ്രധാനമായിട്ടും വരുന്നത് കണ്ണിയല, കിരിയാന്, കൊഴുവ, പിന്നെ വളർത്തുമീനാണെങ്കിൽ സിലോപ്പിയ ഉണ്ട്, പിരാന, വാള അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് കൂടുതലും. പരമ്പരാഗതമായി പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ വളർത്തുന്നത് പിരാന, വാള, സിലോപ്പിയ, കട്ടള അങ്ങനെയുള്ള ഐറ്റങ്ങളാണ്. അതിനും ചെറിയ തോതിൽ വില കൂടിയിട്ടുണ്ട്. നമ്മളത് വില കൂട്ടിയല്ല വിൽക്കുന്നത്, അതിനനുസരിച്ച് ആ വിലയാണെങ്കിലും അതനുസരിച്ച് നമ്മൾ ഒത്തിരി കസ്റ്റമേഴ്സിനെ ബുദ്ധിമുട്ടിപ്പിക്കാത്ത രീതിയിലാണ് നമ്മൾ കച്ചവടം നടത്തുന്നത്. ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യബന്ധനം അനുവദിച്ചിട്ടുണ്ടെങ്കിലും വിപണിയിലെ ആവശ്യത്തിന് അനുസരിച്ചുള്ള ലഭ്യത ഉറപ്പാക്കുവാൻ കഴിയുന്നില്ല. ഇതോടെ മത്സ്യം വാങ്ങാനെത്തുന്ന ഉപഭോക്താക്കൾക്ക് കൂടുതൽ തുക ചെലവഴിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.